എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 3ാം സെമസ്റ്റർ മാത്തമാറ്റിക്സിലെ 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഗണിത പാഠഭാഗങ്ങളുടെ വിശകലനം എന്നുള്ളതാണ്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഒട്ടും സമയം കളയാതെ തന്നെ പറഞ്ഞു പോവാം. ക്ലാസ് മുറിയിലെ നേരനുഭവങ്ങൾ സ്വായത്തമാക്കുന്നതിനായുള്ള ഇന്റേൺഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വലിയ തോതിലുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. നമ്മൾ 3rd സെമ്മിലും 4th സെമ്മിലും ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ ആവശ്യമാണ്. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള അപഗ്രഥനമാണ് ഇതിൽ പ്രധാനം. അപ്പൊ നമ്മുടെ ആ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള അപഗ്രഥനം. മുൻ സെമസ്റ്ററുകളിലും യൂണിറ്റുകളിലും നേടിയ സൈദ്ധാന്തികവും പ്രായോഗികവുമായ അറിവുകളെ ബോധന രീതികളുടെ പശ്ചാത്തലത്തിൽ ക്ലാസ് മുറികളിൽ പ്രയോഗിച്ചു നോക്കുന്നതിനാവശ്യമായ രീതിയിൽ ഒരുക്കിയെടുക്കണം. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 2 സെമസ്റ്ററുകളിലായി പഠിച്ച സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ട് ലഭിച്ചിട്ടുള്ള അറിവുകളെ ഈ ഒരു ബോധന രീതികളുടെ പശ്ചാത്തലത്തിൽ ക്ലാസ് മുറികളിൽ പ്രയോഗിച്ചു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവാൻ. പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ്, ടീച്ചിങ് മാനുവൽ എന്നിവ തയ്യാറാക്കുന്നതിന് താഴെ പറയുന്ന മേഖലകൾ പരിചയപ്പെടുന്നതിലൂടെ ധാരണ നേടാം. അപ്പോൾ ടീച്ചിങ് മാനുവൽ അതേപോലെ തന്നെ പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് എന്നിവ തയ്യാറാക്കുന്നതിന് താഴെ പറയുന്ന മേഖലകളെ കുറിച്ചും നമുക്ക് ധാരണകൾ ഉണ്ടായിരിക്കണം. അതില് 1ാമത്തെ കാര്യമാണ് പാഠപുസ്തക വിശകലനം, 2ാമത്തത് പഠന നേട്ടങ്ങൾ, 3ാമത്തത് ആശയങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, പഠന സാമഗ്രികൾ, പഠനബോധന രീതികളുടെയും തന്ത്രങ്ങളുടെയും സാധ്യതകൾ, മികച്ച ഗണിത പ്രവർത്തനത്തിന്റെ സൂചകങ്ങൾ, ആസൂത്രണത്തിന്റെ ആവശ്യകത, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനം, ടീച്ചിങ് മാനുവൽ, ഈ ടീച്ചിങ് മാനുവൽ എന്നിവ. അപ്പൊ ഇതില് നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോവാം. ആദ്യമായിട്ടുള്ളത് പാഠപുസ്തക വിശകലനമാണ്. ഇന്റേൺഷിപ്പ് ഫലപ്രദമായി നിർവഹിക്കുന്നതിനും മികച്ച ഗണിതാധ്യാപന ശേഷികൾ നേടുന്നതിനും 1 മുതൽ 4 വരെ ഗണിത പാഠപുസ്തകങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റേൺഷിപ്പ് നമ്മൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിനും മികച്ച ഗണിതാധ്യാപന ശേഷികൾ നേടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ 1 മുതൽ 4 വരെ ഗണിത പുസ്തകങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തണം. ഓരോ ക്ലാസ്സിലും വ്യത്യസ്ത യൂണിറ്റുകളിലൂടെ ഗണിതാശയങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തൽ തന്ത്രങ്ങളും വിന്യസിച്ചിരിക്കുന്നത് എപ്രകാരമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു പാഠപുസ്തക വിശകലനം നടത്തുന്നതിലൂടെ തന്നെ നമുക്ക് ഓരോ ക്ലാസ്സിലും വ്യത്യസ്ത യൂണിറ്റുകളിലൂടെ ഗണിതാശയങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തൽ തന്ത്രങ്ങളും വിന്യസിച്ചിരിക്കുന്നത് എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ചാക്രികാരോഹണ രീതിയിൽ സംഖ്യകളുടെ വളർച്ചയും ചതുഷ്ക്രിയകളും ഓരോ ക്ലാസ്സിലും ക്രമമായി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഗണിത ടെക്സ്റ്റ് ബുക്കുകളിൽ ചാക്രികാരോഹണ രീതിയിലാണ് സംഖ്യകളുടെ വളർച്ചയും ചതുഷ്ക്രിയകളും ഓരോരോ ക്ലാസ്സുകളിലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അവിടെ മനസ്സിലാക്കിയിരിക്കുക. സംഖ്യാബോധം, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ജാമിതി, അളവുകൾ, കച്ചവടക്കണക്ക് തുടങ്ങി വിവിധ ഗണിത മേഖലകളും പ്രക്രിയാശേഷികളും
ഓരോ ക്ലാസ്സിലും അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ യുക്തിയും മാനദണ്ഡങ്ങളും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ പ്രൈമറി തലത്തിൽ പ്രധാനമായിട്ടുമുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സംഖ്യാബോധനം, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, ജാമിതി, അളവുകൾ, കച്ചവടക്കണക്ക് തുടങ്ങി വിവിധ ഗണിത മേഖലകളും പ്രക്രിയാശേഷികളുമാണ് ഉള്ളത്. ഇത് ഓരോ ക്ലാസ്സിലും അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ യുക്തിയും മാനദണ്ഡങ്ങളും എന്ത് ചെയ്യണം? നാം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അനുയോജ്യമായ ചെക്ക് ലിസ്റ്റുകളും സൂചകങ്ങളും തയ്യാറാക്കി അവയുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അപഗ്രഥന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതില് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സംഖ്യാബോധനം ഓരോ ക്ലാസ്സിലും എത്ര വരെ, ജാമിതി അവതരിപ്പിച്ചു തുടങ്ങുന്നത് ഏത് ക്ലാസ്സിലാണ്, രണ്ടക്ക സംഖ്യയെ ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്, കച്ചവടക്കണക്ക് എന്ന മേഖല ഏതെല്ലാം യൂണിറ്റുകളിലുണ്ട് എന്നിവയൊക്കെ നമുക്ക് പരിശോധിക്കാം. കൂടുതൽ സൂചകങ്ങൾ കണ്ടെത്തി വിശകലന പ്രക്രിയ ഫലപ്രദമാക്കാൻ കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠന നേട്ടങ്ങളിലേക്ക്. വിവിധ വിഷയങ്ങളുമായി ബന്ധിച്ച് നൽകുന്ന പഠന പ്രവർത്തനങ്ങളുടെ ഫലമായി കുട്ടികളിൽ അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവ രൂപപ്പെടുന്നു. അപ്പോ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധിപ്പിച്ച് നൽകുന്ന ഓരോ പഠന പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് കുട്ടികളിൽ അറിവുകള്, ശേഷികള്, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയൊക്കെ രൂപപ്പെടുന്നു. ചിലത് ഹ്രസ്വ കാലയളവ് കൊണ്ടും ചിലത് ദീർഘകാലയളവ് കൊണ്ടും ആർജിക്കുന്നവയാണ്. അപ്പൊ ഇതില് ഈ ഒരു വിവിധങ്ങളായിട്ടുള്ള അറിവുകള്, ശേഷികള്, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവ ചിലത് ഹ്രസ്വ കാലയളവ് കൊണ്ടും ചിലത് ദീർഘകാലയളവ് കൊണ്ടും ആർജിക്കുന്നവയാണ്. കുട്ടികളിൽ രൂപപ്പെടേണ്ട ഇത്തരം മാറ്റങ്ങളെ മുൻകൂട്ടി നിശ്ചയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോ കുട്ടികളിൽ രൂപപ്പെടുത്തേണ്ട എന്തൊക്കെ മാറ്റങ്ങളാണോ അവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുൻകൂട്ടി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഴിയും. വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങളിൽ കൂടി കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് നാം പഠന നേട്ടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഠന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വിവിധ ഘട്ടങ്ങളില് വ്യത്യസ്തമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടി കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് നാം പഠന നേട്ടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. കുട്ടി തന്റെ വിദ്യാഭ്യാസം നേടുന്ന വിവിധ ഘട്ടങ്ങളില് ആ കുട്ടി വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങളിൽ കൂടി കടന്നുപോകും. അപ്പൊ ഈ പഠന പ്രവർത്തനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ കുട്ടി കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് നാം പഠന നേട്ടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ യൂണിറ്റിലും ഒന്നോ അതിലധികമോ പഠന നേട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കും. അത് നമുക്കറിയാം. ഒരുപാട് പഠന നേട്ടങ്ങൾ ഒരു യൂണിറ്റിൽ ഉണ്ടാവും. പഠന നേട്ടങ്ങളുടെ പ്രത്യേകത അവ നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പഠന നേട്ടം, ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി നേടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാനും അത് എത്രത്തോളം കുട്ടി നേടിയിട്ടുണ്ട് എന്ന് അളന്നു നോക്കാൻ കൂടി നമുക്ക് കഴിയും. പഠന നേട്ടങ്ങളുടെ വിശകലനത്തിലൂടെ ഓരോ യൂണിറ്റിന്റെയും ക്ലാസിന്റെയും അവസാനത്തിൽ കുട്ടി നേടേണ്ട അറിവ്, ശേഷികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ നേടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പഠന നേട്ടങ്ങളുടെ ഈ ഒരു വിശകലനത്തിലൂടെ ഓരോ യൂണിറ്റിന്റെയും ക്ലാസിന്റെയും അവസാനത്തിൽ ഈ പ്രത്യേക പഠന നേട്ടം വെച്ചുകൊണ്ട് കുട്ടി നേടേണ്ട അറിവ്, ശേഷികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ നേടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അനുയോജ്യമായ വിലയിരുത്തൽ അല്ലെങ്കിൽ മൂല്യനിർണയ സൂചകങ്ങൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൂടി കഴിയും.
ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പഠന നേട്ടങ്ങളുടെ സവിശേഷത എന്താണ് എന്നുള്ളതാണ്. വിഷയബന്ധിതമായ പഠനത്തിലൂടെ കുട്ടിയിൽ രൂപപ്പെടുന്ന അറിവ്, ശേഷി, നൈപുണി തുടങ്ങിയ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവയുടെ ഉറപ്പുവരുത്തല് നടക്കും. അപ്പോ വിഷയബന്ധിയായിട്ടുള്ള പഠനത്തിലൂടെ കുട്ടിയിൽ രൂപപ്പെടേണ്ട അറിവുകള്, ശേഷികള്, നൈപുണികള് തുടങ്ങിയവ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവയുടെ ഉറപ്പുവരുത്തൽ നടക്കും. കുട്ടിയിലുണ്ടാവുന്ന മൂല്യങ്ങൾ, മനോഭാവങ്ങൾ അഥവാ അവയിലെ മാറ്റങ്ങൾ നമുക്ക് നിർണയിക്കാനാവുന്നതാണ്. അപ്പോ കുട്ടിയിലുണ്ടാവുന്ന മൂല്യങ്ങള്, മനോഭാവങ്ങള് അല്ലെ ഈ മനോഭാവങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് നിർണയിക്കാൻ കഴിയും. പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. പഠന നേട്ടങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. പഠന നേട്ടങ്ങൾ അളക്കാവുന്നതാണ്. പഠന നേട്ടങ്ങൾ നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ പഠന നേട്ടങ്ങൾ കൈവരിക്കാവുന്നതാണ്. അപ്പൊ ചില പഠന നേട്ടങ്ങൾ ഹ്രസ്വമായ ചെറിയ കാലയളവിൽ കൈവരിക്കാവുന്നതാണ്. ചില പഠന നേട്ടങ്ങൾ ദീർഘമായ കാലയളവിൽ കൈവരിക്കാവുന്നതാണ്. പഠന നേട്ടങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നവയായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ആശയങ്ങളെ കുറിച്ചാണ്. പഠന നേട്ടങ്ങൾ എന്താണ് എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ പഠന നേട്ടവും ആർജിക്കുന്നത് വിവിധ പഠന പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇപ്പൊ നമ്മൾ ഒരു പഠന നേട്ടം ആർജിക്കുന്നത് ആ പഠന നേട്ടത്തെ ബേസ് ചെയ്തിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെയാണ്. പഠന പ്രവർത്തനങ്ങൾ ഓരോന്നും ഏതെങ്കിലും പഠനാശയവുമായി ബന്ധപ്പെട്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു പഠന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പഠനാശയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ ഒരു പഠന നേട്ടം ആർജിക്കുന്നതിന് ചിലപ്പോൾ ഒന്നിലധികം പഠന പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നു. അപ്പോ ഒരു പഠന നേട്ടം നമ്മൾ ആർജിക്കണമെങ്കിൽ നമുക്ക് ഒന്നിലധികം പഠന പ്രവർത്തനങ്ങൾ വേണ്ടി വരാറുണ്ട്. പഠന പ്രവർത്തനങ്ങൾ ഓരോ ആശയവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇപ്പോ ഒരു പഠന പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഒന്നോ അതിലധികമോ ആശയങ്ങളിലൂടെയും പഠന പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഓരോ പഠന നേട്ടം കൈവരിക്കുന്നത്. അപ്പോ ചിലപ്പോ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ആശയങ്ങളിലൂടെയും അതേപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമ്മൾ ഓരോ പഠന നേട്ടവും കൈവരിക്കുക. അഥവാ പഠന നേട്ടത്തിന്റെ ഉപഘടകങ്ങളാണ് ആശയങ്ങൾ. അപ്പോ പഠന നേട്ടത്തിന്റെ ഒരു ഉപഘടകമായിട്ട് നമുക്ക് ആശയങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. വ്യത്യസ്ത ആശയങ്ങൾ നേടുന്നതിനായി ധാരാളം പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോഴാണ് പഠന നേട്ടങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുന്നത്. അപ്പൊ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോഴാണ് പഠന നേട്ടങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുക. പഠന നേട്ടങ്ങളും ആശയങ്ങളും തിരിച്ചറിയുന്നതിനും അപഗ്രഥിക്കുന്നതിനും അധ്യാപകർക്കുള്ള കൈപുസ്തകം നിങ്ങളെ സഹായിക്കും. അപ്പോ അധ്യാപകർക്കായിട്ട് കൈപുസ്തകങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പഠന നേട്ടങ്ങളും അവയുടെ ആശയങ്ങളും തിരിച്ചറിയുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും ഈ അധ്യാപക കൈപുസ്തകമോ അല്ലെങ്കിൽ ടീച്ചർ ടെക്സ്റ്റോ നമ്മളെ സഹായിക്കാറുണ്ട്. ടീച്ചർ ടെക്സ്റ്റുകളിൽ ഓരോ യൂണിറ്റുമായും ബന്ധപ്പെടുത്തി സിലബസ് ഗ്രിഡുകൾ പട്ടികാരൂപത്തിൽ നൽകിയിട്ടുകൂടിയുണ്ട്. അധ്യാപക സഹായി അല്ലെങ്കിൽ ടീച്ചർ ടെക്സ്റ്റ് റെഫർ ചെയ്ത് പഠന നേട്ടം, ആശയങ്ങൾ ഇവയുടെ വളർച്ച വ്യത്യസ്ത ക്ലാസുകളിൽ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവർത്തനമാണ്. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഓരോ പഠന നേട്ടവും കുട്ടി ആർജിക്കുന്നതിന് ധാരാളം പഠന പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു പഠന നേട്ടം ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പഠന പ്രവർത്തനങ്ങൾ ഒരുക്കേണ്ടത് അവയിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടായിരിക്കണം. അപ്പൊ നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കേണ്ടത് അവയിൽ അടങ്ങിയിരിക്കുന്ന ആശയം എന്താണ് എന്ന് കൃത്യമായിട്ട്
ബോധ്യപ്പെട്ടിട്ടായിരിക്കണം. പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാൻ പാഠപുസ്തകം, ടീച്ചർ ടെക്സ്റ്റ്, മറ്റ് ആധികാരിക റഫറൻസ് എന്നിവ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. ഇനി പഠന പ്രവർത്തനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. കുട്ടികളുടെ പ്രായം, മുന്നറിവ് എന്നിവ പരിഗണിക്കണം. കുട്ടികൾക്ക് എത്ര പ്രായമുണ്ട്, അവർക്ക് എത്രത്തോളം അറിവ് മുന്നേ ഉണ്ട് എന്നുള്ളത് പരിഗണിക്കണം. നിലവിലുള്ളതും അംഗീകരിക്കപ്പെട്ടതുമായ പൊതു സമീപനത്തിലൂന്നിയതാകണം പഠന പ്രവർത്തനങ്ങൾ. നമ്മുടെ പഠനകാലത്ത് നിലവിലുള്ളതും അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു പൊതു സമീപനത്തിലൂന്നിയാവണം നമ്മുടെ പഠന പ്രവർത്തനം. ജ്ഞാനനിർമ്മിതിവാദത്തിന് അഥവാ അറിവ് നിർമ്മാണത്തിന് യോജിക്കുന്നവയായിരിക്കണം ഓരോ പഠന പ്രവർത്തനങ്ങളും. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പങ്കാളിത്തം ഉണ്ടാകണം. അല്ലാതെ ടീച്ചർ വന്ന് ടീച്ചർ പഠന പ്രവർത്തനം ചെയ്ത് കുട്ടികൾക്ക് പാസ് ചെയ്യുന്നതായിരിക്കരുത്. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് എന്തുണ്ടാവണം? പങ്കാളിത്തം ഉണ്ടായിരിക്കണം. പ്രവർത്തനങ്ങൾ കുട്ടികളുടെ അനുഭവ പരിസരത്തോട് പൊരുത്തപ്പെടുന്നവയാവണം. അപ്പോ ഈ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ അനുഭവ പരിസരത്തോട്, അവരുടെ ചുറ്റുപാടുമൊത്ത് പൊരുത്തപ്പെടുന്നവയാവണം. പ്രവർത്തനങ്ങൾക്ക് പ്രായോഗികത ഉണ്ടാവണം. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു പ്രായോഗികത ഉണ്ടാവണം. ബോധന രീതികൾക്ക് അനുയോജ്യമായവയായിരിക്കണം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഗണിത പഠന ബോധന സമീപനങ്ങൾക്ക് യോജിച്ചതായിരിക്കണം നമ്മുടെ പഠന പ്രവർത്തനം. പ്രവർത്തനാധിഷ്ഠിതവും താല്പര്യജനകവുമായിരിക്കണം നമ്മുടെ പഠന പ്രവർത്തനം. കുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതേപോലെ തന്നെ താല്പര്യജനകമായിരിക്കണം പഠന പ്രവർത്തനം. വ്യത്യസ്ത നിലവാരത്തിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാവണം. പലതരത്തിലുള്ള നിലവാരത്തിലുള്ള കുട്ടികള് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാവും. ആ എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഭിന്നശേഷി നിലവാരത്തിലുള്ള കുട്ടികളുടെ ആവശ്യങ്ങള് നമുക്ക് എന്ത് ചെയ്യണം? പരിഗണിക്കണം. എല്ലാ തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ബോധ്യമുണ്ടായാൽ മതി. മറ്റ് ശിശു മനഃശാസ്ത്ര സമീപനങ്ങൾക്ക് യോജിക്കുന്നവയാവണം. എല്ലാ തരത്തിലുള്ള ശിശു മനഃശാസ്ത്ര സമീപനങ്ങൾക്കും യോജിച്ചതായിരിക്കണം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ. നിശ്ചിത പഠനം, പഠന നേട്ടം, ആശയം എന്നിവ നേടാൻ പ്രാപ്തിയുള്ളതായിരിക്കണം എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പഠന സാമഗ്രികൾ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന എല്ലാ തരം വസ്തുക്കളെയും പഠന സാമഗ്രികൾ എന്ന് വിളിക്കാം. അപ്പൊ നമ്മള് പാഠ്യപദ്ധതി വിനിമയം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ തരം വസ്തുക്കളെയും എന്ത് ചെയ്യാം? നമുക്ക് പഠന സാമഗ്രികൾ എന്ന് പറയാം. പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ, ഡിജിറ്റൽ സാമഗ്രികൾ തുടങ്ങിയവയൊക്കെ തന്നെ എന്താണ്? ഒരു പഠന സാമഗ്രിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ പാഠപുസ്തകം, ടീച്ചർ ടെക്സ്റ്റ്, റഫറൻസ് പുസ്തകങ്ങൾ, ഡിസ്പ്ലേ ബോർഡ്, ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ബോർഡ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പാംപ്ലെറ്റ്, ടാബ്ലറ്റ്, പ്രൊജക്ടർ, സോഫ്റ്റ്വെയറുകൾ, അത് പ്രസന്റേഷൻ ആവാം, സ്പ്രെഡ്ഷീറ്റ് ആവാം, ജിയോജിബ്ര ആവാം, കിഗ് ആവാം, LMS സോഫ്റ്റ്വെയറുകളാവാം, അളവ് തൂക്ക ഉപകരണങ്ങളാവാം, സ്കെയിലുകൾ, സ്പെസിമെനുകൾ, മാതൃകകൾ, ചാർട്ട് അല്ലെങ്കിൽ കാർഡിന്റെ ബോർഡ്, പെന്ന്, പെൻസിൽ, മാർക്കർ, കുട്ടികൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കുന്ന സാമഗ്രികളൊക്കെ തന്നെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം? പഠനോപകരണങ്ങളാക്കിയിട്ട് നമുക്ക് പറയാം. തുടങ്ങിയ വൈവിധ്യമാർന്ന പഠന സാമഗ്രികൾ ഗണിത പഠനത്തിനും ബോധനത്തിനുമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇവ ഓരോന്നിന്റെയും സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ ക്ലാസ് അല്ലെങ്കിൽ യൂണിറ്റ്, പഠന നേട്ടങ്ങൾ എന്നിവയ്ക്ക് ഉചിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. പഠനോപകരണങ്ങളെ സംബന്ധിച്ച് 1-ാം യൂണിറ്റിൽ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് നോക്കാൻ കൂടി ഇവിടെ പറയുന്നുണ്ട്.
പഠന ബോധന രീതികളുടെയും തന്ത്രങ്ങളുടെയും സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓരോ പഠന നേട്ടവും കുട്ടികളിൽ എത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടെത്തി നൽകേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പഠന നേട്ടങ്ങള് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ ആ പഠന നേട്ടം കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് കുട്ടികൾക്ക് നൽകണം. പഠന പ്രവർത്തനങ്ങളുടെ അനുയോജ്യതയും ഘടനയും ഉള്ളടക്കവും നിശ്ചയിക്കുന്നതാകട്ടെ ബോധന രീതികളുടെയും തന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ പഠന പ്രവർത്തനങ്ങളുടെ അനുയോജ്യതയും അതേപോലെ ഈ പഠന പ്രവർത്തനങ്ങളുടെ ഘടനയും പഠന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കവും നമ്മൾ നിശ്ചയിക്കുന്നത് ബോധന രീതികളുടെയും തന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ബോധന രീതികളുടെയും തന്ത്രങ്ങളുടെയും വിശദാംശങ്ങൾ 1-ാം സെമസ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതില് ഗണിത പഠനത്തെ പ്രധാനമായിട്ടും നമുക്ക് 3 തലങ്ങളിലായിട്ട് കാണാൻ പറ്റും. അതേതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും സൂത്രവാക്യങ്ങളും പൊതുധാരണകളും രൂപപ്പെടുക എന്ന് വെച്ചാല് പൊതുതത്വങ്ങൾ രൂപീകരിക്കുക, ഇവയുടെ അടിസ്ഥാനത്തിൽ ദൈനംദിന ജീവിതത്തിലെ ഗണിത പ്രശ്നവും പ്രായോഗിക പ്രശ്നങ്ങളും പരിഹരിക്കുക, പ്രശ്ന നിർദ്ധാരണം. പാഠപുസ്തകത്തിന് പുറത്തുള്ളതും കൂടുതൽ ആഴത്തിലുള്ളതുമായ ഗണിത പ്രവർത്തനങ്ങളിലും ഗണിത പ്രശ്ന പരിഹരണത്തിലും ഏർപ്പെടുക എന്ന രീതിയിൽ നമുക്ക് ഗണിതത്തെ പ്രധാനമായും 3 തലങ്ങളായിട്ട് കാണുവാൻ വേണ്ടി കഴിയും. ഈ 3 വിഭാഗങ്ങളിലെയും പഠന നേട്ടങ്ങൾക്കും ആശയങ്ങൾക്കും ഉള്ളടക്കത്തിനും അനുയോജ്യമായിട്ടുള്ള ബോധന രീതികൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഉചിതമായിട്ടുള്ള ബോധന രീതി ഏറ്റവും ഉചിതമായ പഠന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും. അപ്പോ ഉചിതമായിട്ടുള്ള ബോധന രീതി ഏറ്റവും ഉചിതമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അത് വിനിമയം ചെയ്യുന്നതിനും നമ്മെ സഹായിക്കും. അതുവഴി നമുക്ക് പഠന നേട്ടങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചു എന്നുറപ്പിക്കാൻ കൂടി കഴിയും എന്നുള്ളത് തിരിച്ചറിയാം. ഇനി അടുത്തതായിട്ട് മികച്ച ഗണിത പഠന പ്രവർത്തനത്തിന്റെ സൂചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് മികച്ച ഗണിത പഠന പ്രവർത്തനങ്ങളുടെ സൂചകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിൽ കൂടി ആശയങ്ങൾ സ്വായത്തമാക്കുകയും അതുവഴി പഠന നേട്ടങ്ങൾക്ക് ഉടമകളാകുകയും ചെയ്യുന്നു. അപ്പൊ കുട്ടികള് പഠന പ്രവർത്തനങ്ങളിൽ കൂടി വിവിധ ആശയങ്ങൾ സ്വായത്തമാക്കുകയും അതുവഴി കുട്ടികൾ എന്ത് ചെയ്യുന്നു? പഠന നേട്ടങ്ങൾക്ക് ഉടമകളാകുകയും ചെയ്യുന്നു. പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് പഠന പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ സുപ്രധാനപരമായിട്ടുള്ള പങ്കാർക്കാണ്? പഠന പ്രവർത്തനങ്ങൾക്കാണ്. മികച്ച പഠന പ്രവർത്തനങ്ങൾ ഉചിതമായി വിനിമയം ചെയ്യുമ്പോൾ പഠന നേട്ടം കൈവരിക്കുന്നു. അപ്പോ മികച്ച പഠന പ്രവർത്തനങ്ങൾ അത് വളരെ ഉചിതമായി വിനിമയം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? വിവിധ പഠന നേട്ടം കൈവരിക്കുന്നു. ഓരോ പഠന പ്രവർത്തനം നടപ്പാക്കുന്നതിനു മുമ്പും അവ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പഠന പ്രവർത്തനവും നടപ്പാക്കുന്നതിന് മുമ്പ് ആ ഒരു പഠന പ്രവർത്തനം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കണം. ഇതിനായി സൂചകങ്ങൾ സ്വയം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് താഴെ പറയുന്ന ഘടകങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കൂടി കഴിയും. ഏതൊക്കെയാണ് ആ ഒരു ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. പഠന നേട്ടം, ആശയം, ക്ലാസ്, യൂണിറ്റ്, ഉള്ളടക്കം, കുട്ടിയുടെ പ്രായം, മുന്നറിവ്, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം, പ്രവർത്തനാധിഷ്ഠിതമാണോ, പ്രായോഗികം, കുട്ടികളുടെ അനുഭവ പരിസരം, ബോധന രീതിയുടെ അനുയോജ്യത, ബോധന തന്ത്രങ്ങൾ,
പഠനോപകരണങ്ങളുടെ സാധ്യതയും ഉപയോഗവും, വ്യത്യസ്ത ഇന്ദ്രിയങ്ങളോട് സംവദിക്കുന്നത്, സമയം, മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നത്, മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലിംഗനീതി, ജനാധിപത്യം, അവസര സമത്വം, ശാസ്ത്രീയത, യുക്തിബോധമൊക്കെയാണ് വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോഗം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സൂചകങ്ങളും അഥവാ ചെക്ക് ലിസ്റ്റുകളും ഒക്കെ തയ്യാറാക്കേണ്ടത്. ഇനി ഗണിത ബോധനത്തിൽ ആസൂത്രണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ആവശ്യമായ മുന്നൊരുക്കങ്ങളിലൂടെയുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഫലപ്രദമായ ഗണിത ബോധനം സാധ്യമാവൂ. അപ്പോ ഗണിത ബോധനം മാത്രമല്ല, ഏതൊരു വിഷയത്തിനും അത് വൃത്തിയായിട്ട് എടുക്കണമെങ്കിൽ എന്താണ്, ഫലപ്രദമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കരിക്കുലത്തിലെ വിവിധ യൂണിറ്റുകൾ ഏതേത് സമയത്ത് ആരംഭിക്കണമെന്നും പൂർത്തിയാക്കണമെന്നും തീരുമാനിക്കണം. അപ്പൊ നമ്മൾ ഒരു ജൂണിൽ ക്ലാസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ ജൂണിന് മുമ്പ് തന്നെ കരിക്കുലത്തിൽ കൊടുത്തിട്ടുള്ള വിവിധ യൂണിറ്റുകൾ ഏതൊക്കെ സമയത്ത് ആരംഭിക്കണമെന്നും ഏതൊക്കെ സമയത്ത് പൂർത്തിയാക്കണമെന്നും തീരുമാനിക്കണം. ഓരോ യൂണിറ്റിനെയും സമഗ്രമായി കാണുകയും അതിലെ ആശയങ്ങളെ ഏറ്റവും ഫലപ്രദമായി വിനിമയം ചെയ്യാൻ ആവശ്യമായ തന്ത്രങ്ങളും രീതികളും സാമഗ്രികളും മുൻകൂട്ടി തീരുമാനിക്കുകയും വേണം. അപ്പൊ നമ്മൾ ഓരോ യൂണിറ്റിനെയും സമഗ്രമായി കാണുകയും ഈ യൂണിറ്റിലെ ആശയങ്ങളെ ഏറ്റവും ഫലപ്രദമായി വിനിമയം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളും രീതികളും സാമഗ്രികളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി തീരുമാനിക്കണം. തത്ഫലമായി തയ്യാറാക്കുന്ന ദൈനംദിനാസൂത്രണ രേഖ വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈനംദിന ആസൂത്രണ രേഖ തയ്യാറാക്കും. ഇത് വിനിമയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ മുൻകൂട്ടി ചെയ്യണം. നിരന്തര വിലയിരുത്തലിലൂടെ കുട്ടികളെ വിലയിരുത്തുകയും തന്റെ ആസൂത്രണത്തെ അധ്യാപകൻ വേണ്ട വിധം നവീകരിക്കുകയും വേണം. അപ്പൊ നമ്മളിങ്ങനെ ദൈനംദിന ആസൂത്രണ രേഖയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കുട്ടികളെ എന്ത് ചെയ്യണം, കുട്ടികളെ നിരന്തരമായിട്ട് വിലയിരുത്തുകയും അതിനനുസരിച്ച് തന്റെ ആസൂത്രണം മാറ്റുകയും വേണം. ദൈനംദിന ആസൂത്രണം അഥവാ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ബോധനശാസ്ത്രത്തിൽ നാം പഠിച്ച എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. അപ്പൊ നമ്മൾ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ ബോധനശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. ഭിന്നശേഷി നിലവാരക്കാരായ വിദ്യാർത്ഥികൾ കൂടി അനുയോജ്യമായ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളും അറിവുകളും കുട്ടികൾ സ്വായത്തമാക്കുന്നത് പ്രൈമറി വിദ്യാഭ്യാസ കാലത്താണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളും അറിവുകളും കുട്ടികൾ പഠിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് 1 മുതൽ 4 വരെയുള്ള കാലത്ത് തന്നെയാണ്, പ്രൈമറി വിദ്യാഭ്യാസ കാലത്താണ്. പഠനത്തിന്റെ അടിത്തറ പാകുന്നതിൽ അപാകത വരുത്തുന്നില്ല എന്ന് ഓരോ അധ്യാപകനും ജാഗ്രത പുലർത്തണം. ഇപ്പോ ഈ ഒരു പഠനത്തിന്റെ ഈ ഒരു ബേസ് കുട്ടികൾക്ക് നൽകുന്നതിൽ ഒരു തരത്തിലുള്ള തെറ്റുകളും വരുത്തുന്നില്ല എന്ന് ഓരോ അധ്യാപകനും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ക്രമത്തിൽ പരിചയപ്പെടുത്തുകയല്ല നല്ല അധ്യാപകൻ ചെയ്യേണ്ടത്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ക്രമത്തിൽ വെറുതെ പരിചയപ്പെടുത്തി പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഓരോ പ്രവർത്തനവും എന്തിനെന്ന യുക്തിപരമായ സമീപനത്തിലൂടെയാവണം അധ്യാപകൻ മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് എന്തു വേണം, ഓരോ പ്രവർത്തനവും എന്തിന് എന്ന യുക്തിപരമായ സമീപനത്തിലൂടെയാവണം അധ്യാപനം എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വാർഷികാസൂത്രണത്തെ കുറിച്ചാണ്. വാർഷികാസൂത്രണം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വർഷത്തേക്കുള്ള ആസൂത്രണമാണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ എളുപ്പമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വാർഷികാസൂത്രണത്തിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേർന്ന് വാർഷികാസൂത്രണം നടത്തണം. ഇപ്പൊ നമ്മുടെ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേർന്ന് ഒരു വാർഷികാസൂത്രണം നടത്തണം. തൻ വർഷത്തേക്കുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വാർഷികാസൂത്രണം തയ്യാറാക്കേണ്ടത്. അപ്പോ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വാർഷികാസൂത്രണം തയ്യാറാക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന അക്കാദമിക കലണ്ടറും സ്കീം ഓഫ് വർക്കും ഇതിനായി പ്രയോജനപ്പെടുത്തണം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ അക്കാദമിക കലണ്ടറും സ്കീം ഓഫ് വർക്കുകളൊക്കെ പുറത്തിറക്കും. അതുകൂടി ഈ ഒരു വാർഷികാസൂത്രണത്തിന്റെ പ്ലാനിങ്ങിന് നമ്മൾ പരിഗണിക്കണം. സ്കൂളിന്റെ തനത് സാഹചര്യം, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം, ഭിന്നശേഷി വിദ്യാർത്ഥികൾ, സ്കൂളിന്റെ ഭൗതികവും ഭൗതികേതരവുമായ വിഭവ ലഭ്യത തുടങ്ങിയവ കൂടി പരിഗണിച്ചായിരിക്കണം നമ്മൾ ഈ ഒരു വാർഷികാസൂത്രണം തയ്യാറാക്കേണ്ടത് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ ഓർത്തിരിക്കുക. ഇനി വാർഷികാസൂത്രണ രേഖയുടെ ഫോർമാറ്റ് നമുക്കൊന്ന് നോക്കാം. വാർഷികാസൂത്രണ രേഖയിൽ ആദ്യം സ്കൂളിന്റെ പേര് നമ്മൾ എഴുതണം. സ്കൂളിന്റെ പേര് എഴുതുക, ഏത് അക്കാദമിക് ഇയർ ആണെന്ന് എഴുതുക, ക്ലാസ് എഴുതുക, വിഷയം എഴുതുക. എന്നിട്ട് നമ്മൾ മെയ് മുതൽ അതിൽ മുന്നൊരുക്കങ്ങൾ എന്താന്നുള്ളത് എഴുതുക. പിന്നെ ജൂൺ ഇന്ന യൂണിറ്റ് ഇത്ര സമയം, ജൂലൈ ഇന്ന യൂണിറ്റ് അല്ലെങ്കിൽ പ്രവർത്തനം ഇത്ര സമയം, ഓഗസ്റ്റ് അങ്ങനെ നമ്മൾ ഏപ്രിൽ വരെയുള്ള, ഏപ്രിൽ അവസാനം അവലോകനവും SRG യൂണിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി വെക്കണം. വാർഷികാസൂത്രണ രേഖയിൽ നിരന്തര വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, രക്ഷകർതൃ യോഗം, മറ്റു പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ സംക്ഷിപ്തവും ഉൾപ്പെടുത്തണം. അപ്പൊ ഈ ഒരു വാർഷികാസൂത്രണ രേഖയിൽ നമ്മൾ നിരന്തര വിലയിരുത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങളും ടേം വിലയിരുത്തലിനെ കുറിച്ചുള്ള കാര്യങ്ങളും രക്ഷകർതൃ യോഗങ്ങളെ കുറിച്ചും അതുകൂടാതെ മറ്റ് പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് ആസൂത്രണത്തെ കുറിച്ചാണ്. കരിക്കുലം ചെയ്തതനുസരിച്ച് പാഠപുസ്തകത്തിലെ ഓരോ യൂണിറ്റിനെയും സമഗ്രമായും സൂക്ഷ്മമായും അപഗ്രഥിച്ച് ക്ലാസ് പ്രവർത്തനങ്ങളിലൂടെയും മറ്റു പ്രവർത്തനങ്ങളിലൂടെയും ക്രമാനുഗതമായി അടുക്കി തയ്യാറാക്കുന്ന രേഖയാണ് യൂണിറ്റ് ആസൂത്രണം. എന്താണ് യൂണിറ്റ് ആസൂത്രണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ കരിക്കുലം വിഭാവനം ചെയ്തതനുസരിച്ച് നമ്മുടെ പാഠപുസ്തകത്തിലെ ഓരോ യൂണിറ്റിനെയും സമഗ്രമായിട്ടും സൂക്ഷ്മമായും അപഗ്രഥിച്ച് ക്ലാസ് പ്രവർത്തനങ്ങളുടെയും മറ്റു പ്രവർത്തനങ്ങളെയും ക്രമാനുഗതമായിട്ട് നമ്മൾ അടുക്കി തയ്യാറാക്കുന്ന രേഖയാണ് യൂണിറ്റ് ആസൂത്രണം എന്ന് പറയുന്നത്. ആ യൂണിറ്റിന്റെ മുഴുവനായിട്ടുള്ള ഒരു രൂപരേഖ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കുന്നതിന് പാഠപുസ്തകം, അധ്യാപക സഹായി, കരിക്കുലം, സ്കീം ഓഫ് വർക്ക്, വാർഷികാസൂത്രണം എന്നിവ നമുക്ക് പ്രയോജനപ്പെടുത്താം. വാർഷികാസൂത്രണം വിശാല അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കുന്ന രേഖയാണ്. അപ്പോൾ വാർഷികാസൂത്രണം എന്ന് പറയുന്നത് ഒരു മാക്രോ രേഖയാണ്. അത് വിശാല അടിസ്ഥാനത്തിൽ ഒരു വലിയ പദ്ധതി എന്ന നിലയിലേക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പൊ ഇതില് യൂണിറ്റുകളുടെ പേര്, ഏതേത് മാസത്തിൽ, പ്രതീക്ഷിക്കുന്ന സമയം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വാർഷികാസൂത്രണത്തിൽ ഉൾപ്പെടുത്തുക. എന്നാൽ യൂണിറ്റ് ആസൂത്രണം കുറെ കൂടി സൂക്ഷ്മ തലത്തിലുള്ളതും ബോധന പഠന രീതികൾ, തന്ത്രങ്ങൾ, പ്രവർത്തനങ്ങൾ, വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ വാർഷികാസൂത്രണം ഒരു വിശാലാടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് ആസൂത്രണം എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിലുള്ളതാണ്. ഇതില് ബോധന പഠന രീതികള്, തന്ത്രങ്ങള്, പ്രവർത്തനങ്ങള്, വിലയിരുത്തൽ മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക രീതിയിൽ തന്നെയാണ് നമ്മൾ യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കാറുള്ളത്. ഇതിനെ ശാസ്ത്രീയമായി സമീപിക്കുമ്പോൾ ബോധനശാസ്ത്രപരമായിട്ടുള്ള ഉള്ളടക്കം,
അഥവാ പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ആസൂത്രണത്തെ ശാസ്ത്രീയമായിട്ട് സമീപിക്കുമ്പോൾ അതിനെ ബോധനശാസ്ത്രപരമായ ഉള്ളടക്ക അപഗ്രഥനം എന്നാണ് പറയുക. ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനമാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന പോലെ യൂണിറ്റ് ആസൂത്രണം തന്നെയാണ്. ഒരു യൂണിറ്റിന്റെ സൂക്ഷ്മതലത്തിലുള്ള അപഗ്രഥനവും ചിട്ടയായ ആസൂത്രണവും ചേർന്നതാണ് ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനം. ഒരു യൂണിറ്റിന്റെ സൂക്ഷ്മതലത്തിലുള്ള അപഗ്രഥനവും ചിട്ടയായിട്ടുള്ള ഒരാസൂത്രണവും ചേർന്നതിനെയാണ് നമ്മൾ ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പഠിപ്പിക്കുന്നതിനു മുമ്പ് അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതും തയ്യാറെടുക്കേണ്ടതുമായ വൈവിധ്യമാർന്ന ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഉചിതമായ പട്ടികയിൽ രേഖപ്പെടുത്തുന്ന പ്രവർത്തനമാണിത്. അപ്പൊ ഞാനൊരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകൻ ഒരു യൂണിറ്റ് പഠിപ്പിക്കുന്നതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതും തയ്യാറെടുക്കേണ്ടതുമായ വൈവിധ്യമാർന്ന ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഉചിതമായ പട്ടികയിൽ രേഖപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇത് നമ്മുടെ ഈ ഒരു ബോധനശാസ്ത്രപരമായിട്ടുള്ള ഉള്ളടക്ക അപഗ്രഥനം. ഒരു ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തെല്ലാം അറിവുകൾ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചായ ഉണ്ടാക്കുന്ന രീതി അറിഞ്ഞിരിക്കണം. ആവശ്യമായ സാമഗ്രികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ശേഖരിച്ചു വെക്കണം. ഓരോ സാമഗ്രിയും ഏതേത് സമയത്ത് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തണം തുടങ്ങിയ അറിവും ധാരണയും ഉണ്ടെങ്കിലേ നമുക്ക് ചായ തയ്യാറാക്കാനാവും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു യൂണിറ്റിന്റെ ബോധനം അല്ലെങ്കിൽ അധ്യയനം നിർവഹിക്കുന്നതിനു മുമ്പ് വളരെയേറെ അറിവുകള്, ചിന്തകള്, സാമഗ്രികള്, പ്രയോഗരീതി, സമയം, അന്തരീക്ഷം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനനം ചെയ്തും ആവശ്യമായ റഫറൻസ് നടത്തിയുമാണ് നമ്മൾ പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. മേൽ പ്രസ്താവിച്ച വസ്തുക്കളെ ഉചിതമായി തയ്യാറാക്കിയ പട്ടികയിലെ കോളങ്ങളുടെ തലക്കെട്ടായിട്ട് നമ്മൾ നൽകും. ബോധനത്തെ പറ്റിയുള്ള ഓരോ ചിന്തകളാണ് ഓരോ തലക്കെട്ടുകൾ എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെയാണ് അത്തരം ചിന്തകളായിട്ട് നമുക്ക് കടന്നു വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അടിസ്ഥാന വിവരങ്ങളായിട്ടുള്ള ഏത് ക്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്നത്, ഏത് വിഷയമാണ് എടുക്കുന്നത്, ഏത് യൂണിറ്റ് ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. തിരഞ്ഞെടുത്ത യൂണിറ്റ് അല്ലെങ്കിൽ ആ പാഠത്തിലെ പഠന നേട്ടങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമ്മൾ നോക്കണം. ഓരോ പഠന നേട്ടങ്ങളിലേക്കും നയിക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഈ ആശയങ്ങൾ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉള്ളടക്കം എന്ത്? അത് പാഠപുസ്തകത്തിൽ എന്താണ്, അവ പര്യാപ്തമാണോ, മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നവ ഏതാണ് എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ യൂണിറ്റിലെ ഓരോ പഠന നേട്ടം അല്ലെങ്കിൽ പ്രധാന ആശയം നേടുന്നതിന് ഉചിതമായിട്ടുള്ള ബോധന രീതികൾ ഏവ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരിക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പഠന തന്ത്രങ്ങൾ എന്തെല്ലാം ആവാം എന്നുള്ള ചിന്ത കടന്നു വരണം. പഠന ബോധന സാമഗ്രികൾ എന്തെല്ലാം ആവശ്യമുണ്ട് എന്നുള്ളത് ആലോചിക്കണം. എത്ര സമയം വേണം എന്നുള്ളത് ആലോചിക്കണം. മൂല്യനിർണയം, ഫീഡ്ബാക്ക് എന്നിവ എങ്ങനെ ലഭിക്കും, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആലോചിക്കണം. എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ, മികവുകളൊക്കെ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആലോചിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. മുകളിൽ വിശദീകരിച്ച ധാരാളം ചിന്തകൾക്ക് ഓരോ അധ്യാപകനും സ്വയമായിട്ട് ഉത്തരം കണ്ടെത്തണം. അപ്പോ ഈ ചിന്തകൾക്കൊക്കെ ഒരു അധ്യാപകൻ ഇരുന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. അവയെ ഉചിതമായി പട്ടികാരൂപത്തിൽ തയ്യാറാകുമ്പോൾ ഒരു മികച്ച പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് അഥവാ യൂണിറ്റ് ആസൂത്രണം ഉണ്ടാകുന്നു. അപ്പോ ഈ ഒരു ചിന്തകളെ ഉചിതമായിട്ട് നമ്മൾ പട്ടികാരൂപത്തിൽ തയ്യാറാക്കുമ്പോൾ ഒരു മികച്ച പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് അല്ലെങ്കിൽ യൂണിറ്റ് ആസൂത്രണം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
ഇനി ഈ ഒരു ബോധനശാസ്ത്ര ഉള്ളടക്ക അപഗ്രഥനത്തിന്റെ ഒരു ഘടന നോക്കാം. അതിലാദ്യമായിട്ട് നമ്മൾ പ്രാഥമിക വിവരങ്ങൾ എഴുതണം. വിദ്യാലയത്തിന്റെ പേര്, ക്ലാസ്, അധ്യാപകന്റെ പേര്, ഏത് വിഷയം, യൂണിറ്റ്, പാഠം, മാസം, വർഷം, ഏതു മാസത്തിൽ ഏതു വർഷത്തിലാണ് ഏതു മാസത്തിലാണ് എടുക്കുന്നത്, ഇതിനാവശ്യമായിട്ടുള്ള സമയം, ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ കുട്ടി നേടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ. ഇനി രണ്ടാമത്തതായിട്ട് ബി പാർട്ടിൽ നമ്മൾ അപഗ്രഥനമാണ്. അതിൽ ക്രമനമ്പർ ആദ്യം ഇട്ട് കൊടുക്കുക, പഠന നേട്ടങ്ങൾ തരംതിരിച്ചെഴുതുക, ഈ പഠന നേട്ടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ എഴുതുക, ഏത് തരത്തിലുള്ള ബോധന രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതുക, ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രക്രിയ എന്താണെന്ന് എഴുതുക, സാമഗ്രികൾ എഴുതുക, ഇതും ഈ ഒരു പഠന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. പിന്നെ വിലയിരുത്തൽ, ഫീഡ്ബാക്ക്, മികവുകളൊക്കെ എഴുതാനുള്ള ഒരു ഭാഗം കൂടി കൊടുക്കുക. മൂന്നാമത്തെ ഭാഗമായിട്ട് തുടർ പ്രവർത്തനം. ആ തുടർ പ്രവർത്തനത്തില് മൂല്യനിർണയം അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ്, സർഗവേളയിൽ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും പ്രവർത്തനമുണ്ടോ, ക്ലാസ് പി ടിയിൽ കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, കുട്ടിയുടെ പോർട്ട്ഫോളിയോയിലേക്ക് എന്താണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. മുകളിൽ നൽകിയ മാതൃകാ പട്ടിക ഉപയോഗിച്ച് പെഡഗോജിക് കണ്ടന്റ് അനാലിസിസ് നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോധനം നടത്താൻ പോകുന്ന പാഠത്തെ സംബന്ധിച്ച് അധ്യാപകനുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങളും ആശങ്കകളും പെഡഗോജിക് കണ്ടന്റ് അനാലിസിസിൽ ചർച്ച ചെയ്യപ്പെടണം. അപ്പൊ നമ്മൾ ഒരു പാഠം എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അതിലുണ്ടാവുന്ന എല്ലാ ചോദ്യങ്ങളും ആശങ്കകളും എന്ത് ചെയ്യണം, ആ ഒരു പെഡഗോജിക് കണ്ടന്റ് അനാലിസിസിൽ ചർച്ച ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ മികച്ച യൂണിറ്റ് ആസൂത്രണം നമുക്ക് നിർവഹിക്കാനാവൂ എന്നുള്ളത് കൂടി അവിടെ തിരിച്ചറിയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ദൈനംദിന ആസൂത്രണം അല്ലെങ്കിൽ ടീച്ചിങ് മാനുവലിനെ കുറിച്ചാണ് പറയുന്നത്. യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കിയ ശേഷമാണ് ദൈനംദിന ആസൂത്രണം അല്ലെങ്കിൽ പാഠാസൂത്രണം തയ്യാറാക്കുന്നത്. നമ്മൾ യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കിയതിന് ശേഷമാണ് ദൈനംദിന ആസൂത്രണോ അല്ലെങ്കിൽ പാഠാസൂത്രണോ തയ്യാറാക്കുക. മോഡുലാർ രൂപത്തിലാണ് ഈ ഒരു ടീച്ചിങ് മാനുവൽ നമ്മൾ തയ്യാറാക്കേണ്ടത്. അതായത് ഒരു പഠന നേട്ടം കൈവരിക്കുന്നതിനാവശ്യമായ അത്രയും പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ മോഡുലാർ ടീച്ചിങ് മാനുവലും. അപ്പോൾ പഠന നേട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. ഒരു പഠന നേട്ടം കൈവരിക്കാൻ ആവശ്യമായ അത്രയും പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇത് ഒരു മോഡുലാർ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ഒരു മൊഡ്യൂളിലെ പ്രവർത്തനങ്ങൾ ഒന്നിലധികം പീരീഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വ്യാപിപ്പിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മൊഡ്യൂളിൽ ഓരോ പീരീഡും ആരംഭിക്കുന്ന ഘട്ടവും അവസാനിക്കുന്ന ഘട്ടവും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം അടയാളപ്പെടുത്തണം. അപ്പോ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്കത് വിവിധ പീരീഡുകളിലേക്ക് ആക്കിയിട്ട് എടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഓരോ പീരീഡും ആരംഭിക്കുന്ന ഘട്ടവും അവസാനിക്കുന്ന ഘട്ടവും നമ്മൾ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തണം. ടീച്ചിങ് മാനുവലിന് 3 ഭാഗങ്ങളുണ്ട്. അപ്പോ നമ്മുടെ ടീച്ചിങ് മാനുവലിന് ഏറ്റവും പ്രധാനമായിട്ട് എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യ ഭാഗത്ത് പ്രാഥമിക കാര്യങ്ങൾ. ആദ്യ ഭാഗത്ത് എന്താ ഉള്ളത്, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. രണ്ടാം ഭാഗത്ത് പ്രവർത്തനങ്ങളും വിലയിരുത്തലും. ടീച്ചിങ് മാനുവലിന്റെ രണ്ടാം ഭാഗത്ത് പ്രവർത്തനങ്ങളും വിലയിരുത്തലുമാണ്. മൂന്നാം ഭാഗത്ത് തുടർ പ്രവർത്തനങ്ങളും റിഫ്ലക്റ്റീവ് നോട്ടുകളുമാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രാഥമിക കാര്യങ്ങൾ എഴുതണം. രണ്ടാം ഭാഗത്ത് പ്രവർത്തനങ്ങളും വിലയിരുത്തലുകളും എഴുതണം. മൂന്നാം ഭാഗത്ത് തുടർ പ്രവർത്തനങ്ങളും റിഫ്ലക്റ്റീവ് നോട്ടുകളുമാണ് നമ്മൾ എഴുതേണ്ടത്. പഠിതാക്കൾ സ്വയം അറിവ് നിർമ്മിച്ച് മുന്നേറുന്ന ഒരു ക്ലാസ്സിലേക്കുള്ള ആസൂത്രണ രേഖയാണ് ടീച്ചിങ് മാനുവലിലൂടെ നാം തയ്യാറാക്കുന്നത്. അപ്പൊ കുട്ടി അറിവ് സ്വയം നിർമ്മിച്ചെടുക്കുന്ന ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠിതാക്കൾ സ്വയം അറിവ് നിർമ്മിച്ചു മുന്നേറുന്ന ഒരു ക്ലാസ്സിലേക്കുള്ള ആസൂത്രണ രേഖയാണ് നമ്മൾ ടീച്ചിങ് മാനുവലിലൂടെ തയ്യാറാക്കുന്നത്. പൂർണ്ണമായും പഠിതാക്കളുടെ പങ്കാളിത്തത്തോടെ പ്രക്രിയാബന്ധിതമായും
ഓരോ പഠിതാവിനെയും ക്ലാസ്സിനെ പൊതുവായും വിലയിരുത്താവുന്ന രീതിയിലാവണം പ്രവർത്തനങ്ങളും അവയുടെ ക്രമവും നിർണ്ണയിക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ പൂർണ്ണമായും പഠിതാക്കളുടെ പങ്കാളിത്തത്തോടെ പ്രക്രിയാബന്ധിതമായും അതേപോലെ ഓരോ പഠിതാവിനെയും ക്ലാസ്സിനെ പൊതുവായും വിലയിരുത്താവുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനങ്ങളും അവയുടെ ക്രമവും നിർണ്ണയിക്കേണ്ടത്. ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം മികച്ച പാഠാസൂത്രണം തയ്യാറാക്കൽ ഏറ്റവും അത്യാവശ്യമായി ആർജിക്കേണ്ട ശേഷിയാണ്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത് ഒരു ഏറ്റവും അത്യാവശ്യമായി ആർജിക്കേണ്ട ശേഷിയാണ്. അതിനാൽ യൂണിറ്റ് ആസൂത്രണത്തിൽ നിശ്ചയിച്ച എല്ലാ ഘടകങ്ങളും ചിട്ടയായി കോർത്തിണക്കി സൂക്ഷ്മ പ്രക്രിയ ഉൾക്കൊള്ളുന്ന പാഠാസൂത്രണം തയ്യാറാക്കുന്നതിനും ആവശ്യമായ മറ്റ് ധാരണകളും ശേഷികളും നൈപുണികളും ആർജിക്കുന്നതിനുമുള്ള അനുഭവങ്ങളും അവസരങ്ങളും ലഭിക്കുന്നത് നിങ്ങളുടെ പരിശീലന കാലം വേണ്ടിയിട്ട് അതിന് പ്രയോജനപ്പെടുത്തണം. ഇനി നമുക്ക് ടീച്ചിങ് മാനുവലിന്റെ ഒരു മാതൃക നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രാഥമിക വിവരങ്ങളാണ് എഴുതുക. അതിൽ വിദ്യാലയത്തിന്റെ പേര്, അധ്യാപകന്റെ പേര്, ക്ലാസ്, ഡിവിഷൻ, വിഷയം, യൂണിറ്റ്, പാഠം, തീയതി എന്നിവ എഴുതണം. ഇനി പ്രക്രിയാ ഭാഗത്ത് ആശയങ്ങള്, നൈപുണികള്, മൂല്യങ്ങൾ, മനോഭാവങ്ങള്, പഠന സാമഗ്രികൾ, ഇതിനു വേണ്ട ആകെ സമയം എന്നുള്ളതും കൂടെ എഴുതണം. എന്നിട്ട് പ്രവർത്തനങ്ങൾ അതിന്റെ വിലയിരുത്തൽ എന്ന 2 കോളങ്ങളാക്കി തിരിച്ച് പീരീഡ് നമ്പർ 1 അതിലത്തെ പ്രവർത്തനങ്ങൾ, അത് കഴിഞ്ഞ് 2 അതിലത്തെ പ്രവർത്തനങ്ങൾ, അതിന്റെ വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ എഴുതണം. പിന്നെ മൂന്നാമതായിട്ട് പ്രതിഫലനവും തുടർ പ്രവർത്തനവും എന്നുള്ള ഭാഗമാണ്. അതിൽ നമ്മൾ പ്രതിഫലനം നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി, കുട്ടികൾക്ക് എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയും, നമ്മൾ എത്രത്തോളം മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു പ്രതിഫലന കുറിപ്പിന്റെ ഭാഗത്ത് എഴുതണം. പിന്നെ സർഗവേളയിലേക്ക് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, CPTയിൽ കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ രേഖപ്പെടുത്തണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, നൈപുണികൾ, മനോഭാവങ്ങൾ, വളർത്തേണ്ട മൂല്യങ്ങൾ എന്നിവ അവിടെ വിലയിരുത്തപ്പെടണം. പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിഗണിക്കണം. ഏതൊക്കെ ബോധന രീതികളും ബോധന തന്ത്രങ്ങളുമാണ് എന്ന് പരിഗണിക്കണം. പഠന സാമഗ്രികൾ, അത് വർക്ക്ഷീറ്റുകളാവാം, ചാർട്ടുകളാവാം. ഏതൊക്കെ ICT സാമഗ്രികളും സോഫ്റ്റ്വെയറും ഉപയോഗിക്കണം എന്നുള്ളത് നോക്കണം. റഫറൻസ് സോഴ്സുകളും പുസ്തകങ്ങളും ഏതൊക്കെ ഉപകരണങ്ങൾ നോക്കണം എന്നുള്ളത്, എല്ലാ പഠിതാക്കൾക്കും പങ്കാളിത്തം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സമയം പരിഗണിക്കണം. ഭിന്നശേഷി പഠിതാക്കളെ കുറിച്ച് നമ്മൾ നോക്കണം. യുക്തിചിന്ത, ശാസ്ത്രീയ മനോഭാവം എന്നിവയെ കുറിച്ച് നമ്മൾ നോക്കണം. ഹിഡൻ കരിക്കുലർ വസ്തുതകൾ, അതെന്ന് പറഞ്ഞാൽ ലിംഗനീതി, അവസര സമത്വം, സാമൂഹിക നീതി, ശാസ്ത്രീയ മനോഭാവം തുടങ്ങിയ മൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി മൂല്യനിർണയം, ഫീഡ്ബാക്ക്, പിന്നെ തുടർ പ്രവർത്തനങ്ങൾ, പിന്നെ സർഗവേള, CPTA, പിന്നെ ടീച്ചറുടെ പ്രതിഫലനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ടീച്ചിങ് മാനുവൽ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള കാര്യം. ആധുനിക ഡിജിറ്റൽ ക്ലാസ് മുറികൾക്ക് യോജിച്ച വിധം ടീച്ചിങ് മാനുവലിനെയും ഡിജിറ്റലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഇപ്പോൾ ഇന്റർനെറ്റ് സഹായത്താലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ആധുനിക ഡിജിറ്റൽ ക്ലാസ് മുറികൾക്ക് യോജിച്ച വിധം നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചിങ് മാനുവലിനെയും ഡിജിറ്റലൈസ് ചെയ്യണം. അത്തരത്തിൽ ഡിജിറ്റൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായ രീതിയിൽ ഇലക്ട്രോണിക് വിഭവങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി ലിങ്ക് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ടീച്ചിങ് മാനുവൽ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇലക്ട്രോണിക് വിഭവങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായിട്ട് ലിങ്ക് ചെയ്ത ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത്. ടീച്ചിങ് മാനുവലിന്റെ DTP ചെയ്ത വേർഷൻ അല്ല,
ഈ ടീച്ചിങ് മാനുവൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം ഈ ടീച്ചിങ് മാനുവൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രാമാണ്, അല്ലാതെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവലിന്റെ DPT ചെയ്തിട്ടുള്ള വേർഷൻ അല്ല എന്നുള്ളത് അവിടെ ആദ്യമേ ഓർത്തിരിക്കണം. ഈ ടീച്ചിങ് മാനുവൽ രൂപപ്പെടുത്തുന്നതിന്റെ ആദ്യ പടിയായി അനുയോജ്യമായ വിഭവങ്ങളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ വേർഷനുകൾ സ്വീകരിക്കുകയോ സ്വയം തയ്യാറാക്കുകയോ വേണം. നമ്മളൊരു ഈ ടീച്ചിങ് മാനുവൽ രൂപപ്പെടുത്തുന്നതിന്റെ ആദ്യ പടിയായിട്ട് നമുക്ക് അനുയോജ്യമായ വിഭവങ്ങളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ വേർഷനുകൾ നമ്മൾ സ്വയം തയ്യാറാക്കുകയോ സ്വീകരിക്കുകയോ വേണം. ആമുഖ പ്രവർത്തനം, പ്രശ്നാവതരണം, പ്രവർത്തനങ്ങൾ, ചുമതലകൾ, വ്യക്തിഗത ഗ്രൂപ്പ് ഉത്തരവാദിത്വങ്ങൾ, ഫോർമാറ്റുകൾ, ചാർട്ടുകൾ, കണ്ടെത്തലുകൾ, ടീച്ചർ വേർഷനുകൾ തുടങ്ങിയവയുടെ ഡിജിറ്റൽ പതിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കണം. ഇവ ഓഡിയോ, വീഡിയോ, പ്രസന്റേഷൻ, ഗ്രാഫുകൾ, ഷോർട്ട് ഫിലിംസ്, ഡെമോ വീഡിയോ, ഇന്ററാക്റ്റീവ് പാക്കേജുകൾ, ചിത്രങ്ങൾ, PDF ഡോക്യുമെന്റുകൾ, അപ്ലെറ്റുകൾ, ആവശ്യമായ മറ്റ് ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. മേൽപ്പറഞ്ഞ ഡിജിറ്റൽ വിഭവങ്ങൾ അനുയോജ്യമായ ഇടങ്ങളിലും ഘട്ടങ്ങളിലും ക്രമപ്പെടുത്തി നമുക്ക് ക്ലാസ് റൂം പ്രക്രിയ നിശ്ചയിക്കാൻ വേണ്ടി കഴിയും. ഇത് അനുയോജ്യമായ ഒരു ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് ഓരോ വിഭവവും ലിങ്കുകളായിട്ട് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് കഴിയണം. ഉചിതമായ പ്രവർത്തനം വിഭവം അതത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കണം. ഇതിനായിട്ട് ഓഫീസ്, LMS, മൂഡിൽ തുടങ്ങിയ അനുയോജ്യമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ വേണ്ടി സഹായിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആപ്പുകളാണ്. ഇപ്പൊ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തയ്യാറാക്കിയ പ്രോഗ്രാം ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രൊജക്ടർ, സ്പീക്കർ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയവയുടെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ക്ലാസ്സിൽ പ്രയോഗിക്കാവുന്നതാണ്. ഈ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ലിഖിത ടീച്ചിങ് മാനുവലിന്റെ ഘടന നമുക്ക് വേണമെന്നില്ല. ഇത് സോഫ്റ്റ്വെയറിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. എന്നാൽ വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ രേഖപ്പെടുത്താൻ ലിഖിതമോ ഡിജിറ്റലോ ആയ സങ്കേതം നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ കാര്യം കൂടി അവിടെ തിരിച്ചറിയാം. 4 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ വിശദമായി വളരെ സാവധാനത്തിലാണ് ക്ലാസ്സുകൾ പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാഠം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് കൂടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടുതൽ വേണം എന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കുക. നമ്മളിനി വളരെ സാവധാനത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചേ പോകൂ. പക്ഷെ അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് ആവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോകളും ഈ ചാനലും ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം, ക്ലാസ്സുകൾ നല്ലതാണോ മോശമാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.